നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ അടുത്ത സ്പോട്ടിലേക്കുള്ള യാത്രയിലാണ്. തെരുവുമല എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. കണ്ണൂർ ജില്ലയിലാണ് ഇത് വരുന്നത്. നമ്മളിപ്പോൾ ആ സൈഡിൽ നിന്ന് കേട്ടോ വന്നേ. ജോസ്ഗിരി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ആ കാണുന്ന അതിലെയാണ് വഴി വന്നത്. അപ്പോൾ അതിൽ വന്ന് നമ്മളിങ്ങനെ മലയിൽ കൂടെ വട്ടം അടിച്ചിട്ട് വരിക. പാട്ട് നല്ല കുത്തിറക്കം കേട്ടോ. നമ്മൾ തെരുവുമലയ്ക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മേലേക്ക് നോക്കിയേ, കയറ്റം ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്നതാണ്. അങ്ങനെ താബോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തെരുവുമലയ്ക്കുള്ള വഴിയാണിത്. അത്യാവശ്യം നല്ല രീതിക്ക് ഓഫ് റോഡുണ്ട്. ഓഫ് റോഡാണ്. ഇവിടെ ഒരു ചേച്ചിനെ കണ്ട പുള്ളിക്കാരി പറഞ്ഞ് കുറച്ച് കഷ്ടപ്പാടാ കാറ് പോകാൻ പാടാവുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ആ കാണുന്ന മല അതാണ് താബോർ ഹില്ല് വരുന്നത്. അവിടെ കണ്ട ഒരു ഈശോ കൈ പിടിച്ചിരിക്കുന്ന ഒരു രൂപമൊക്കെ ഉള്ള മല കേട്ടോ. അത് താബോർ ഹില്ലാണത്. അപ്പോൾ കുറച്ച് ഓഫ് റോഡാണ്, എന്നാലും നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ട്. ഞങ്ങളങ്ങനെ കുറച്ച് മുമ്പോട്ട് വന്നപ്പോഴത്തേക്കും നല്ല കട്ട ഓഫ് റോഡ്. വണ്ടി കാർ എന്തായാലും കയറില്ല. നമ്മുടെ ഇത് സാൻഡ്രോയാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അടി എന്തായാലും തട്ടാനുള്ള ചാൻസ് ഉണ്ട്. കയറുമായിരിക്കും, പക്ഷെ വണ്ടിയുടെ അടി തട്ടും. ഇവിടെയൊക്കെ ഏതൊക്കെ വണ്ടിയുടെ അടി തട്ടിയിട്ടുണ്ടാ ഇതുണ്ടോ. അപ്പോൾ കയറ്റി കഴിഞ്ഞാൽ റിസ്ക്കാണ്. അവിടെയൊക്കെ എന്തായാലും അടി തട്ടൂടാ കല്ലിനിട്ടൊക്കെ. തിരിച്ചു പോവാം. ടാറിങ് അവിടെ കൊണ്ട് എത്തിയല്ലേ. ഞങ്ങൾ പക്ഷേ രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് എടുത്തു കേട്ടോ. അത്യാവശ്യം ഓഫ് റോഡാണ്. അക്ഷയ് മുമ്പിലേക്ക് ഇവിടെ ഒരു ചക്കരോട് ചോദിച്ചപ്പോൾ കുറച്ച് ഓഫ് റോഡ് ഉണ്ട്, അതേ ടാറിങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ അക്ഷയ് മുമ്പോട്ട് പോയതാ ടാറിങ് റോഡ് തപ്പിയിട്ട്. ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവന് ടാറിങ് റോഡ് കിട്ടിയെന്ന് പറഞ്ഞു. ചെറിയ ഓഫ് റോഡ് ഉണ്ട്. നമുക്ക് വണ്ടി അല്ല, പക്ഷെ ഒന്ന് നോക്കി കണ്ട് എടുക്കണം എന്നുള്ളൂ. കാറേ അടിയട്ടാ നോക്കി എടുത്താൽ മതി, അല്ലാതെ കുഴപ്പമില്ല. താറൊക്കെ സുഖമായിട്ട്. ഞാൻ പറഞ്ഞ കാറുകളുടെ കാര്യം. അങ്ങനെ കിട്ടി കേട്ടോ, ടാറിങ് റോഡ് കിട്ടി. അയ്യോ കൊള്ളാം, നല്ല ശാന്തമായ അന്തരീക്ഷം. ഈ സൈഡിൽ നിന്ന് കുറേ വണ്ടികൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 2 വഴിയുണ്ട്, ഇതിലേ വരുന്നുണ്ട്. അങ്ങനെ ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ചായക്കട പോലെ ഒരു സംഭവമുണ്ട്. ഇവിടുന്ന് മേലേക്ക് നടന്ന് ഇനി കയറണം. നമ്മൾ സ്പോട്ടിലെത്തി കേട്ടോ. ഇവിടുന്ന് താഴോട്ട് ടാറിങ് റോഡുണ്ട്. അത് വേറെ ഉദയഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കയറി വരുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല ആംബിയൻസ് ഇവിടെ. ഇനി ഫുൾ ഓഫ് റോഡ് കേട്ടോ. ജീപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കയറ്റായിരിക്കും. എൻട്രി ഫീസോ കാര്യങ്ങളൊന്നും ഇല്ല. നോർമൽ ആൾക്കാർക്ക് വന്ന് പോകാൻ പറ്റുന്നൊരു സ്ഥലം. അയ്യോ, അങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതിൻ്റെ ബേക്കിൽ എന്തിനാടാ പോക്കറ്റ്? നമ്മളിപ്പോൾ കണ്ട കുറച്ച് ടാസ്ക് വഴി അത് വരുന്നത്. അമ്മേനെ ഇറക്കുന്നുണ്ട്. സ്ലിപ്പാവുന്നുണ്ട് കേട്ടോ. മഴ പെയ്തതുകൊണ്ട് സ്ലിപ്പാവുന്നുണ്ട് നല്ലോണം. ബ്രേക്ക് പിടിക്കാതെ ഇറക്കിയാൽ മതി. തന്നെ ഏകദേശം 1 കിലോമീറ്റർ മേലെ നടന്നു. ഇനി നമ്മൾ പോകേണ്ടത് ആ കാണുന്ന മലയുടെ ടോപ്പിലേക്കാണ്. അതിലെ ആൾക്കാർ നടന്നു വരും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലിങ്ങനെ നടന്ന ആ മലയുടെ ടോപ്പിലേക്കാണ് നമ്മൾ പോകേണ്ടത്. 3 പേര് 3 വഴിക്കൂടെ. ഇത് ഷാഫി പുറകെ മടുത്ത് വരുന്നുണ്ട്. ഏറ്റവും മുമ്പിലെത്തിയിട്ടുണ്ട്. നല്ല കയറ്റാ, കുത്തനെയുള്ള കയറ്റാ. അതാണ് മടുക്കുന്നത്. ആ മലയുടെ മണ്ടയിൽ അവിടെയൊക്കെ നിൽക്കുന്ന ആൾക്കാരാട്ടോ. നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. ഒരു വ്യൂ പോയിന്റ് കിട്ടി. അപ്പോൾ ഇതാണ് സാധനം വരുന്നത്. അയ്യോ, ഇനിയിപ്പോൾ വട്ടം അടിച്ചിട്ട് ഇനി അങ്ങോട്ട്, എനിക്കൊന്ന് വേറെ സൈഡിൽ നിന്നായിരിക്കും അങ്ങോട്ട് കയറുന്നത്. അല്ലേ തപ്പി പോകുന്നത്. ഉരുണ്ട് അടിച്ച് താഴോട്ട് തിരിച്ച് വന്നേക്കല്ലേ. നല്ല സ്ലിപ്പറിയാണ് വഴി. കയറി നോക്കി കണ്ട് കയറിയില്ല, തിരിച്ച് വന്നോടെ തന്നെ തിരിച്ചത്. കയറുക ഷാഫി, ഉരുണ്ട് വീഴുന്ന ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യട്ടെ. കയറി വരുന്നുണ്ട്. അവിടെ നമുക്ക് പുഴ കാണാം. പിന്നെ നല്ല വ്യൂ കേട്ടോ. മടുത്ത്. നല്ല കയറ്റോ. കുറേ നാളായി നടന്നിട്ട്. മലയുടെ ടോപ്പിലെത്തി. ഇതിൽ നടന്ന് നമുക്ക് അങ്ങേറ്റം വരെ പോകാൻ പറ്റും. ഒരു കല്ല് കിട്ടിയപ്പോൾ അവിടെ ഇരിക്കുക. വാവ്, കിടില ആംബിയൻസ്. 360 വ്യൂ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നമ്മൾ ഓപ്പോസിറ്റും വേറെ ഏതോ മലയൊക്കെ ഉണ്ട്. സ്ഥലപ്പേര് തെരുവുമല. ഗൂഗിൾ മാപ്പിൽ വേറെ എന്താണ്ട് ഒരു ലൊക്കേഷനോട് കാണിക്കുന്നുണ്ട്. ബ്രാക്കറ്റിലാട്ടോ തെരുവുമല എന്ന് കാണിക്കുന്നത്. മഴ പെയ്യുമോ? മഴ പെയ്താൽ രസമായിരിക്കും. ഞങ്ങൾ മഴയും വെയിറ്റ് ചെയ്ത് നിൽക്കുക. മഴ പെയ്താൽ വേറെ ആംബിയൻസ്. ഞങ്ങൾ ബാഗിൽ റെയിൻകോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല തെളിഞ്ഞ സ്കൈ കേട്ടോ. മഴയൊന്നും വരാനുള്ള ചാൻസ് കാണുന്നില്ല. മഴ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു, പക്ഷെ മഴ കിട്ടുന്നില്ല. മഴയും കൂടെ കിട്ടിയായിരുന്നു അടിപൊളിയായിരുന്നു. നല്ല കാറ്റ് വരുന്നുണ്ട്, തണുത്ത കാറ്റ്. ഇനി മഴ കിട്ടുമോ?
ഇവിടെയാണ് താബോർ മല വരുന്നത്. കണ്ടോ, ആ കാണുന്നതാണ് ഈശോ കൈവിരിച്ച് നിൽക്കുന്ന രൂപം. നമ്മുടെ ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് കയറി തപ്പി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈശോ ഇങ്ങനെ കൈവിരിച്ച് നിൽക്കുന്ന ഒരു രൂപം, അത് മലയുടെ മണ്ടയിൽ. കണ്ടോ, ചെറുതായിട്ട് മഴക്കാരൊക്കെ കയറുന്നുണ്ട്. ഞങ്ങളിവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം ഇവിടെ ഇരിക്കുമായിരുന്നു. നോക്കിയിന്ന് മഴ തൂളാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ തൂളാൻ തുടങ്ങി. പെയ്യുന്നില്ല, ചെറുതായിട്ട് തൂളുന്നുണ്ട്. നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ, നല്ല കാറ്റ്. നല്ല കാറ്റടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മഴയും തൂളാൻ തുടങ്ങി, ചാറ്റൽ മഴ തുടങ്ങി. മഴക്കാരൊക്കെ വന്നു. ഇപ്പം പെയ്യെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പെയ്തിട്ടില്ല. പക്ഷേ ആ മലയിലൊക്കെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാം മഴക്കാർ കയറി. കുറേ ആൾക്കാർ ഇപ്പോൾ കയറി വരുന്നുണ്ട്. നമ്മൾ വന്നപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. മഴ പെയ്താൽ ഇവിടെ വേറെ ആംബിയൻസാണ്. ഞങ്ങൾ തിരിച്ചിറങ്ങാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഫോഗ് വരുന്നുണ്ടോ, ഫോഗ് അടിച്ചു കയറി വരും ആ സൈഡിൽ കൂടെ. നല്ല തണുപ്പായി, തണുപ്പ് കാറ്റായി. സമയം ഇപ്പോൾ 3:45 സമയമാണ്. അതിന് ആ സൈഡിലെല്ലാം ഫോഗ് ഇങ്ങനെ ഇടിച്ച് കയറുന്നുണ്ട്. മഴ തൂളാൻ തുടങ്ങി. ഞങ്ങൾ കോട്ടിടുക കേട്ടോ. ആ മലയിലേക്ക് ആളുണ്ടെന്ന് പറഞ്ഞു. അവിടെ മൊത്തം ഇപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. പെയ്തു, അത്യാവശ്യം നല്ല രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നു. രസമാണ്. ഫുള്ളിപ്പോൾ ഫോഗായി. ആംബിയൻസ് തന്നെ മൊത്തത്തിൽ മാറി. ചിറാപ്പുഞ്ചി മഴയത്ത് ബാക്ക്ഗ്രൗണ്ട് ഇടാൻ വേണ്ടി റീൽസ് എടുക്കാൻ നടക്കുന്നത് കേട്ടോ. അങ്ങനെ തിരിച്ചിറങ്ങുവാണ്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ വീട്ടിലേക്ക്. നമുക്കൊരു 3/4 മണിക്കൂറിനുള്ളിൽ തിരിച്ച് വീട്ടിലെത്താൻ പറ്റും. പക്ഷെ പോകുന്ന വഴി കുറേ ഓഫ് റോഡ് ആയതുകൊണ്ട് കുറച്ച് ടാസ്ക് ആയിരിക്കും. മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ സൈഡൊക്കെ നോക്കി പോകണമെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്. ആകെയുള്ളൊരു പ്രശ്നം. തിരിച്ച് ഓൾമോസ്റ്റ് ഞങ്ങൾ താഴെത്തി. മഴയെല്ലാം പോയി വെയിലായി. ആകെ ഒരു 10 മിനിറ്റാണ്ട് മഴ കിട്ടിയിട്ടുള്ളൂ. വെറുതെ കോട്ടിടിപ്പിക്കാൻ വേണ്ടി മഴ പെയ്തു. അപ്പോൾ കണ്ടെങ്കിൽ ഇരട്ടി ബൈക്കുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഇതിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഉദയഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. നമ്മൾ പോയത് ഈ സൈഡിലേക്കാണ്. ഈ സൈഡിലേക്ക് പോകുമ്പോൾ കുറച്ച് ഓഫ് റോഡൊക്കെ ആയിട്ട് താബോറിലേക്ക് കയറും. കുറച്ച് ഓഫ് റോഡ് വേണം. കാറ് വരുമോയെന്ന് ചോദിച്ചാൽ വരും. കുറച്ച് ടാസ്ക്കാണ് വരണമെങ്കിൽ. വീട്ടിലെത്തി കേട്ടോ. വണ്ടിയുടെ അവസ്ഥ നോക്കിയേ. ചെറിയ നല്ല ഓഫ് റോഡ് കളിച്ചതുകൊണ്ട് വണ്ടിയുടെ ഒരു സൈഡ് മൊത്തം ചെളിയായി. ഇപ്പോൾ ഇത് കഴിയണം. അങ്ങനെ ഈ യാത്ര ഇവിടെ വെച്ച് തീരുവാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.